അന്ന് പ്രതിപക്ഷ നേതാവ് പോലുമല്ല, വെറും MLA ആയ VD സതീശൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ FCRA ലംഘിച്ച് പണം പിരിച്ചു. ഈ പിരിച്ച വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. ആ വീഡിയോ ഞങ്ങൾ തെളിവായിട്ട് വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അവസാനത്തെ 2 മാസത്തിന് മുൻപാണ്, തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ കേസിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരുന്നത്. അന്ന് പിണറായി സഖാവ് ഇത് CBIക്ക് വിടാതിരുന്നത് ഇലക്ഷൻ്റെ ഒരു സ്റ്റണ്ടാണെന്ന് പറഞ്ഞൊരു പ്രചരണം വരും, അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചൊരു മാന്യതയാണ്. അപ്പോൾ ഗവൺമെൻറ് എത്രയും വേഗം ഇത് തിരുവനന്തപുരത്ത് വിജിലൻസ് ആവശ്യപ്പെട്ട പോലെ CBIക്ക് വിടാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. പുനർജനി കേസിൻ്റെ തുടക്കം ഞങ്ങൾ 3 പേരാണ് പരാതിക്കാർ. ഒന്ന് ചാലക്കുടി നീറ്റ ജലാറ്റിൻ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജെയ്സൺ പാനോളങ്ങര, പറവൂർ മുൻ MLA P. രാജു, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ ഞാനും. ഞങ്ങൾ 3 പേരാണ് പരാതിക്കാർ. അതിൽ ജെയ്സൺ പാനോളങ്ങരയുടെ പരാതിയിലാണ് കേസെടുത്തത്. അതിൽ വിറ്റ്നസ്സായിട്ട് ഞാനും രാജുചേട്ടനും മൊഴി കൊടുക്കുകയുണ്ടായി. ഈ കേസ് കേരളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിച്ചത്. ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചാൽ ഈ കേസ് പൂർണ്ണമായും തെളിയിക്കാൻ പറ്റില്ല. കാരണം ഇത് വിദേശത്ത് നടന്ന ഒരു അഴിമതിയാണ്. ഇതിൻ്റെ ഭൂരിഭാഗവും അഴിമതി നടന്നിരിക്കുന്നത് വിദേശത്താണ്. ഇത് വിദേശത്ത് നടന്ന കാര്യം അന്വേഷിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്ഥാന ഗവൺമെൻറ് 2018 പ്രളയത്തിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ കേന്ദ്രം കൊടുത്തില്ല. അന്ന് പ്രതിപക്ഷ നേതാവ് പോലുമല്ല, വെറും MLA ആയ VD സതീശൻ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയില്ലാതെ FCRA ലംഘിച്ച് പണം പിരിച്ചു. ഈ പിരിച്ച വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. ആ വീഡിയോ ഞങ്ങൾ തെളിവായിട്ട് വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറവൂർ VD സതീശൻ ഞാൻ വിദേശത്ത് വിവിധ രാജ്യങ്ങളിൽ പോയി കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്ന് സമ്മതിക്കുന്ന വീഡിയോ ഉണ്ട്. അതും ഞങ്ങൾ തെളിവായിട്ട് വെച്ചു. അങ്ങനെ വിജിലൻസ് അന്വേഷിച്ച് ഫൈനൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് വിദേശത്ത് നടന്ന സംഭവമായതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി, പ്രത്യേകിച്ച് CBI ആണത് അന്വേഷിക്കേണ്ടത് എന്നാണ് വിജിലൻസ്, തിരുവനന്തപുരത്ത് വിജിലൻസ് 2 കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ഞങ്ങളിതിൻ്റെ ഇടയിൽ ഈ കേസ് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ജെയ്സനാണ് കേസ് കൊടുത്തത്. അന്ന് വിജിലൻസിൻ്റെ അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഒരു കേസ് ഒരേ സമയത്ത് 2 ഏജൻസി അന്വേഷിക്കാറില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത് കേസ് ഡിസ്പോസ് ചെയ്തത്. അന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് വീണ്ടും ഇത് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്ന്. അങ്ങനെ ആ സമീപിക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല. കാരണം വിജിലൻസ് തന്നെ ശുപാർശ ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട്, ഇത് CBI അന്വേഷിക്കേണ്ട കേസാണെന്ന്. അപ്പോൾ ഈ ഗവൺമെൻറ്റാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അവസാനത്തെ 2 മാസത്തിന് മുൻപാണ്, തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ കേസിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരുന്നത്. അന്ന് പിണറായി സഖാവ് ഇത് CBIക്ക് വിടാതിരുന്നത് ഇലക്ഷൻ്റെ ഒരു സ്റ്റണ്ടാണെന്ന് പറഞ്ഞൊരു പ്രചരണം വരും, അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാണിച്ചൊരു മാന്യതയാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് CBIക്ക് വിടാതിരുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇത് വിദേശത്ത് നടന്നൊരു സംഭവമാണ്. അത് ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. കേരളത്തിലെ ഗവൺമെൻറ്റിന് അന്വേഷിക്കാൻ അവകാശമില്ല, അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ അവകാശമില്ല, ക്ലീൻ ചീറ്റ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമില്ല. അങ്ങനെ ഉള്ളൊരു കേസ് എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്? അദ്ദേഹം ഒരു മറുപടി പറയട്ടെ. വിദേശത്ത് FCRA ലംഘിച്ചു പോയി പിരിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ചു. അത് സതീശൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ജെയിംസ് മാത്യു MLA ആ CD വെച്ചിട്ടുണ്ട്. ഇപ്പം നിയമസഭയിലെ രേഖയാണിതെല്ലാം. ഇതെല്ലാം പരിശോധിക്കാതെ സംസ്ഥാന ഗവൺമെൻറ് വിജിലൻസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരൊക്കെയാണ്. ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റമാണ് സതീശൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി ആർക്കും എന്തും ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ അഴിമതി നടത്തിയിട്ട് ക്ലീൻ ചീറ്റ് കൊടുത്താൽ പിന്നെ കേരളത്തിൽ എല്ലാ ആളുകൾക്കും ചെയ്തുകൂടെ ഈ അഴിമതി? അപ്പോൾ ഗവൺമെൻറ് എത്രയും വേഗം ഇത് തിരുവനന്തപുരത്ത് വിജിലൻസ് ആവശ്യപ്പെട്ട പോലെ CBIക്ക് വിടാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അന്വേഷിക്കാൻ അവകാശമുള്ളൂ, വിദേശത്ത് നടന്ന സംഭവമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അറബിയുടെ വീട്ടിൽ ഒരു മലയാളി പോയി കളവ് നടത്തി, അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അന്വേഷിച്ചിട്ട് പറയുകയാണ് അയാളൊരു കളവും നടത്തിയില്ലെന്ന് പറഞ്ഞാൽ അറബി സമ്മതിക്കോ? അറബിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കേസ്.
വിദേശത്ത് നടന്ന സംഭവമാണ്. അത് വിജിലൻസിന് വിദേശത്ത് പോകാൻ അവകാശമില്ലല്ലോ. അപ്പോൾ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. അതിലേക്ക് വിടാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് ഒളിച്ചോടാതെ നടപടി സ്വീകരിക്കണം. സതീശന് ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള അവസരമായിട്ടില്ല. അത് കേന്ദ്ര ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് അവകാശമില്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് അവകാശമില്ല.